നമ്മളെല്ലാവരും വലിയൊരു സ്വപ്നമാണല്ലേ വീട് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞേ വീട്, അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ അടുക്കള, അതിനുള്ളിൽ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങൾ, അതൊക്കെ ഭയങ്കര അനുഭൂതി ഉണർത്തുന്ന ഓർമ്മകളും മധുരം തുളുമ്പുന്ന നിമിഷങ്ങളാണ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇന്ന് കുറച്ച് മധുരം വിളമ്പാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ജീവിതത്തിലേക്ക്. നമ്മുടെ ന്യൂ കേരള എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ചർച്ച നടക്കുകയാണ് കാലത്ത് എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകണം, പഴയ സ്ക്രാപ്പ് കൊടുത്ത് മേടിക്കണോ അതോ വേറെ എവിടെയെങ്കിലും കൊടുത്താൽ മതിയോ എന്നുള്ള ചർച്ചയ്ക്കൊടുവിൽ നമ്മൾ തൃശ്ശൂർ പഴയ സ്ക്രാപ്പുകൾ എടുക്കുന്ന ഒരു ഷോപ്പുണ്ട് ന്യൂ കേരള എന്ന് പറഞ്ഞിട്ട്, അവിടെ പോകാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ. നമ്മുടെ പഴയ സ്റ്റാൻഡ് അതുപോലെ തന്നെ ഒരുപാട് പഴയ പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ തലൂർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെ ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ പുതിയ കിച്ചണിലേക്ക്, പുതിയ വീടിൻ്റെ പുതിയ കിച്ചണിലേക്ക് കുറേ പുതിയ പാത്രങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ആ കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കൂട്ടാം. അപ്പോൾ പാത്രങ്ങളൊക്കെ മേടിക്കുന്നത് കാണാനായിട്ട് കൂടുതലും നമ്മുടെ ചാനലിൽ ചേച്ചിമാരായ കാരണം ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ വയറിംഗ് ഒക്കെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ അളവൊക്കെ എടുത്തിട്ട് നമ്മൾ തൃശ്ശൂർ പോവാണ്. തൃശ്ശൂർ സ്ക്രാപ്പൊക്കെ കൊടുത്തിട്ട് നമ്മൾ മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സത്യം ചേട്ടൻ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോയത് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറയില്ലേ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ തലൂർ വീട്ടിൽ നിങ്ങൾ കണ്ട് മടുത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. രതീച്ചൊരു ഹായ് പറയും. രതീച്ചോട് ഞാൻ വിളിച്ചു വെച്ചിട്ടാണ് വന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ എത്ര അധികം സാധനങ്ങൾ ഉള്ളതുകൊണ്ട് എടുക്കില്ലെന്നൊന്നും അറിയില്ലല്ലോ. നമുക്കിവിടെ ഒരു സ്റ്റാൻഡും കൂടി ഉണ്ടായിരുന്നു പഴയത്. അപ്പോൾ അതൊക്കെ നമുക്ക് മേടിക്കണം. അപ്പോൾ ചേച്ചിക്കുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള പ്രയാണം എന്താ ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ കേട്ടോ. ഉള്ളിൽ പോയി നോക്കാം. റിഗാർഡിന്റെ അടുപ്പ് നമ്മൾ ഓൾറെഡി ചേച്ചിക്ക് കൊടുത്ത കാരണമുണ്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാത്ത കാരണം നമ്മളത് നോക്കിയില്ല കേട്ടോ. പിന്നെ നമുക്ക് പഴയ ഒരു അടുപ്പുണ്ടായിരുന്നു, അതാണ് നമ്മൾ വർക്ക് ഏരിയയിൽ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് അടുപ്പൊന്നും വേണ്ട, സ്റ്റൗ ഒന്നും വേണ്ട, ചിമ്മിനി ഒരെണ്ണം വേണം. അത് തീരുമാനിച്ചിട്ടില്ല വെക്കേണ്ടതെന്ന്. കുറേ ആൾക്കാർ കുറേ രീതിയിലുള്ള അഭിപ്രായങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയണ്ടായിട്ട് അങ്ങനെ ചെയ്യായിരുന്നില്ല ഇങ്ങനെ ചെയ്യായിരുന്നില്ല എന്ന്. വീട് പണിതിട്ടുള്ളവർക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തെത്തിക്കുന്നത് എന്നുള്ള കാര്യം. പലപ്പോഴും പറയാൻ ഭയങ്കര എളുപ്പമാണ്, ചെയ്യാനാ പാട്. അടുക്കളയുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന നമ്മളെ ചില സമയങ്ങളിലൊക്കെ ഈ പാത്രക്കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് നാഗവല്ലിയാവാറുണ്ടല്ലേ. ആ ഒരു കോലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അവിടെ കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്. ഇത് വലുത് മേടിക്കുമ്പോൾ ചെറുത് ഫ്രീ, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഓഫർ ഉണ്ടാവുന്നു. ഇവിടെ കണ്ട നമുക്ക് ഹാൻഡ് ഗ്രൈൻഡർ എന്ന് പറയും, നമ്മുടെ അമ്മിക്കല്ല് എന്ന് പറയും. 617 രൂപയാണ് കേട്ടോ ഇതിന്. 18, 11 സ്റ്റോൺ. ഇതോടെ ഓൺലൈനൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര വില കേട്ടോ. പിന്നെ നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കാറില്ല വലിയ ഇടിക്കല്ല് വലുത്, അതിന് വേണ്ട വലിയ ഇടിക്കല്ലുണ്ട് ഇവിടെ. ഇതിന്റെ കുഞ്ഞിടിക്കല്ലുണ്ട്. ഇതൊക്കെയല്ലേ നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കാറ്, ശ്രീ ഇത് എവിടെ നിന്നാ മേടിക്കാറുള്ളൂ. ഇതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഒരു കാര്യം ഇത് മേടിച്ചുകൊണ്ട് വെച്ചാൽ കാര്യമില്ല, ഇത് അരക്കറിയണം. എന്നെ പോലെയുള്ളവരാണെങ്കിൽ വീട്ടിൽ വെറുതെ ഭംഗിക്ക് മേടിച്ചോട്ടെ ചെയ്യാം. ഉള്ളിൽ വെച്ചിട്ടല്ലേ. അവിടെ ചെന്ന പിന്നെ നമുക്ക് രതി ചേച്ചിന് കിട്ടിയായിരുന്നു കേട്ടോ കൂട്ടിന്. അപ്പൊ ചേച്ചി എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും പറഞ്ഞിരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ ആ ട്രോളിയിലാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് നടക്കാം. സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ. ഈ അരിപ്പക്കയിലൊക്കെ 55 രൂപയ്ക്ക് ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല വില കുറവുണ്ടെന്ന് തോന്നി എനിക്ക് അവിടെ. പിന്നെ ഈ സ്റ്റീലിൻ്റെ 10-200 രൂപ വിലയുണ്ട്. അപ്പൊ നമുക്ക് ഈ അരിപ്പക്കയിൽ എപ്പോഴും വെള്ളം വാലാൻ നല്ലത് അമ്മ പറയാറുണ്ട് അലുമിനിയത്തിന്റെ നല്ലതെന്ന്. അലുമിനിയം യൂസ് ചെയ്യാൻ പാടില്ല, ക്യാൻസർ വരുന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മളിപ്പോഴും ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അലുമിനിയത്തിൽ നിന്ന് ക്യാൻസർ വരുന്ന ഒരു സ്റ്റഡികളും തെളിയിച്ചിട്ടില്ല എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ നമ്മൾ അലുമിനിയത്തിൽ അങ്ങനെ ഉപയോഗിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും എനിക്ക് അലുമിനിയത്തിന്റെ ചീഞ്ചട്ടിയിൽ ഉപ്പേരി വയ്ക്കാനാണ് ഇഷ്ടം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടോ? അലുമിനിയത്തിന്റെ ചീഞ്ചട്ടിയിലാണ് പഴംപൊരി നന്നായിട്ട് പൊന്തി വരിക എന്ന് തോന്നുന്നവരുണ്ടോ? അങ്ങനെ കുറച്ച് നമ്മുടെ മാനസിക തോന്നലുകളായിരിക്കാം, അങ്ങനെ കുറേ തോന്നലുകൾ എനിക്കുണ്ട്. അപ്പൊ ചേച്ചി ഇതേ കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് നോക്കണമൊക്കെ ഉണ്ട്. അതാണോ ആകെ കൂടി എടുത്തത്? ഏതെടുക്കും? വലിയൊരു അടക്ക ചോറും പാത്രം എടുത്തപ്പോൾ ചേച്ചി പറയാ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെ സ്റ്റേ വരെയായിരുന്നു. അപ്പോൾ ആ കാര്യം ഇങ്ങനെ ഓർമ്മ വരണമെന്ന്. അച്ഛനില്ലല്ലോ. അപ്പോൾ ചേച്ചി അത് കണ്ടപ്പോൾ അച്ഛനെ വല്ലാണ്ട് മിസ് ചെയ്ത് അത്ര. അങ്ങനെ കുറേ പാത്രങ്ങൾ നമുക്ക് ഏത് രീതിയിൽ വേണ്ട പാത്രങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ ചേച്ചി തന്നെയാണ് എടുക്കുന്നത്. ചോറും പാത്രം കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് ശ്രീകൂട്ടൻ്റെ ഓർമ്മ വരും ചെയ്യും. അത് മേടിക്കാനൊരു പ്രത്യേക ടെൻഡൻസി. ഒരു ചോറും പാത്രം കിട്ടിയാൽ എനിക്ക് മതിയാവില്ല എന്ന് പറയുന്നത്. അതുപോലെ തുറക്കാൻ കിട്ടില്ല. വെറൈറ്റി ഉള്ളത് ഞാൻ എടുക്കാം. വെറൈറ്റി ഇതിനൊരു പിടുത്തൊക്കെ ഉണ്ട് കണ്ട. ഇതിന് ചോറും മാത്രമല്ല മസാല ബോക്സ്.
അടിപൊളി മസാല ബോക്സ്. 10 തികയ്ക്കാന്ന് നേർന്നുണ്ട് കേട്ടോ. മസാല ബോക്സ് എനിക്ക് നല്ലതായിട്ട് വെച്ച മസാല ബോക്സ് അമ്മയ്ക്ക് വേണം. എനിക്ക് ഭയങ്കര ഉപകാരപ്രദമുള്ള ഒരു സാധനം മസാല ബോക്സിനോട്. ആദ്യം മേടിച്ചപ്പോ എല്ലാവരും പറഞ്ഞ മസാല ഒക്കെ മിക്സ് ആവുന്ന, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അടിപൊളിയത്. എന്റെ ഒരു അടപ്പും കൂടി ഉണ്ട്. അമ്മതെ അവിടെ ഓരോ സാധനങ്ങൾ എടുത്തെടുത്ത് പോരുന്നുണ്ട്. അതെ, എന്റെ ഒരു മീൻ ചട്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. വലിയ മീൻ ചട്ടി അത് വേണത്തിൽ വലുതായിരുന്നു. നമ്മുടെ സാധാരണ വെക്കുന്ന പാത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്താ ചേച്ചി, നല്ല കണ്ണുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പഴേ നമ്മുടെ വരാക്കരപ്പൂരൊക്കെ ആവുമ്പോ വീട്ടിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണേ. അപ്പൊ എനിക്ക് ഇത് വേണം. മീൻ ഒരു 1.5 കിലോ മീനൊക്കെ വെക്കാം സുഖമായിട്ട്. നല്ല ചാറോട് കൂടി വെക്കാം. നമുക്കല്ലെങ്കിൽ തിങ്ങുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനൊക്കെ ഇവിടെ പാത്രങ്ങളുടെ ഒരു യോഗാട്ടാ. വന്നാ വീട്ടമ്മമാര് വന്നു കഴിഞ്ഞാ പെടും, ശരിക്കും പെടും. അത്രയ്ക്കും ഇഷ്ടപ്പെട്ട അങ്ങനെ എടുത്തു പോകും നമ്മള്. എനിക്ക് ഞാൻ പറയില്ല, എനിക്ക് ഇങ്ങനത്തെ വക സാധനങ്ങളില്ലേ, കുട്ടി കുട്ടി സാധനങ്ങളില്ലേ, എനിക്ക് അതിനോട് എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ പ്രത്യേക ഷേപ്പൊക്കെ കണ്ട് എനിക്ക് ഞാനത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഈ മന്തിയില്ലേ, ഈ മന്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മന്തി ഉണ്ടായിരുന്നു. അതും കൊണ്ട് പാല് മേടിക്കാൻ പോകും. എന്നും പാല് കളഞ്ഞു വരും. അവിടെ തൊട്ടപ്പുറത്ത് നമ്മുടെ മുരിയങ്കാടന്റെ അച്ചാച്ചൻ നടന്നു. മുരിയങ്കാടന്മാരോടത്തെ ഒരു അച്ചാച്ചനാണ്. അച്ചാച്ചന്റെ പേരൊക്കെ അറിയാം, ബാലച്ചാച്ചൻ. എന്നിട്ട് എന്നും പാല് കൊണ്ട് കളഞ്ഞു വരൂടാ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എനിക്ക് അടക്ക് ചോറ് മറ്റേ അടപ്പുള്ളത് മേടിച്ചിരുന്നു ശ്രീകുട്ടനെ. ഞാൻ 1 വയസ്സൊക്കെ തൊട്ടാകുമ്പോ പാല് പിടിക്കാൻ ഇവിടെ തോന്നുന്നുണ്ട്. മറ്റേ മേടോണോ പറഞ്ഞ പോലെ എന്നെ ബാലവേല ചെയ്യിപ്പിക്കായിരുന്നു. 1 വയസ്സിലെന്ന് പറയുമ്പോ ഒരൊറ്റ തള്ള ശ്രീന്ന്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്രയും ചെറുപ്പത്തിൽ അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടി. അന്ന് ചേച്ചി മിടുക്കത്തിനാണ് തൊട്ട് ആളെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. പക്ഷെ അത് കാരണം കൊണ്ട് ഞാൻ എന്താ ഇന്നിപ്പോ എന്നെ ഈ ലോകത്ത് എവിടെ വിട്ടാലും ഞാൻ പിന്നെ ഭാഗ്യന്റെ കയ്യിൽ ഇവിടെയാണ് പോവാൻ പറ്റണ്ടാവില്ല. ഇങ്ങനത്തെ പാത്രം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഒരു പിടിയുള്ളത്. പിടിയുണ്ടായിരുന്നു. അടുപ്പിലൊന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് കറികളൊക്കെ പകർന്ന് സാമ്പാറൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോ തൊട്ടപ്പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോ നല്ല ഭംഗിയുണ്ടാവും. ഇത് നമ്മള് പരിപ്പ്, പയറ്, കടല, ആ വക സംഭവങ്ങള്, അരിപ്പൊടി ഒക്കെ ഇടുന്നില്ലേ, അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇടാൻ പറ്റും. പപ്പടമൊക്കെ ഇട്ടടച്ച് ചേച്ചി വേണം. പപ്പടം ഒരെണ്ണം വേണ്ടത് നമുക്ക് അത്യാവശ്യമുള്ള പാത്രങ്ങൾ മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കതും നമ്മുടെ വീടിന്റെ നമ്മുടെ നാട്ടിൽ കുറ്റൂശ എന്ന് പറയാം ഹൗസ് വാമിങ്ങിനെ. കുറ്റൂശ കഴിയുന്നേക്കാളും നമ്മൾ 1-2 ആഴ്ചയൊക്കെ മുന്നേ നമ്മൾ പാല് കാച്ചി അവിടെ താമസാക്കും, എല്ലാം അറേഞ്ച് ചെയ്ത്. പിന്നെ നമ്മൾ അവിടെ നിന്നിട്ടാണ് വീട്ടിൽ നമുക്ക് ബന്ധുക്കളെയും നമ്മുടെ അയൽപ്പക്കക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ ഹൗസ് വാമിങ് നടത്തുക കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അത്യാവശ്യത്തിന് പെരുമാറാൻ വേണ്ടേ, അതൊക്കെ നമ്മൾ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് പാത്രങ്ങൾ ചേച്ചി എൻ്റെ പഴയത് വീട്ടിലേക്കൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കാണാറുള്ളതല്ലേ. അങ്ങനെ പറയല്ലേ ശ്രീ എന്ന് പറയരുത്, അതാണ് സത്യം. അപ്പോൾ ചേച്ചി അങ്ങനെ ഭയങ്കര പരിമിതമായി ഭയങ്കര ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. പിന്നെ നമ്മൾ ചാനലൊക്കെ വന്നപ്പോൾ നമുക്കൊരു വരുമാനമായപ്പോൾ പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ അറിയാലോ, നമ്മൾ വളരെ സാധാരണക്കാരിൽ നിന്ന് വന്നവരല്ലേ. ചാനലിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചധികം പാത്രങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഞാൻ ചേച്ചി എൻ്റെ പഴയ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകാണ് ചെയ്യാറ്. അമ്മ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ചേച്ചിയുടെ അടുത്ത് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവരും. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പേടിയാ, തുറന്ന് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ നെഗറ്റീവിൻ്റെ ഒരു ചാകര തന്നെ വരുവേ. എനിക്കറിയാം, അത് കേൾക്കൊട്ടും താല്പര്യമില്ല. അത് കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ പറയാറില്ല. എന്നാലും ഞാനൊന്ന് പൊതുവായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ പഴയതായിരുന്നു ചേച്ചിയുടെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത്യാവശ്യം നമുക്ക് കുറച്ച് പാത്രങ്ങൾ മതി, അത് പുതിയതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ 3 ആളും കൂടി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ നമുക്ക് കയ്യിലുകൾ, നമ്മുടെ ഇവിടെ തൃശ്ശൂർ ഇതിനെ കയ്യില് എന്നാ പറയാ, തവീനെ പറയില്ലേ, കയ്യില് എന്നാ പറയാ കേട്ടോ. ഒരുപാട് മാറ്റമുണ്ടല്ലോ നമ്മുടെ ഭാഷയിലൊക്കെ. അപ്പോൾ കയ്യില്, അതുപോലെ തന്നെ ഡവറ, പോണി, ഈ വക സാധനങ്ങളൊക്കെ എല്ലായിടത്തും ഒരുപോലെയൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതും ഇതും മണ്ടനും അടങ്ങോടനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ ആവശ്യമുള്ളത് എടുക്കാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വീട്ടിലെത്തുമ്പോൾ കാണിച്ചു തരാം. വീട്ടിലല്ല, കടയിലെത്തുമ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. ചായക്കടയില് സമാവർ പറയും, ചായ ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്നതാണ് സമാവർ. അല്ല, അത് ചായ ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും അടുപ്പത്തായിരിക്കും.
ചായ ടാപ്പ് ചെയ്ത് വെള്ളം എടുക്കും, ഇതിന്റെ വെള്ളം ഒരു കപ്പ് വെച്ചിട്ട് പാല് വെക്കും, പിന്നെ വെള്ളത്തിന്റെ സെക്ഷനിലേക്ക് എത്തി. കിണ്ണങ്ങളുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അതെ, ചതുരനാ ഞങ്ങളതിന് വട്ടനല്ലേ അതിങ്ങനെ ചെറിയൊരു എവിടെയോ വട്ടം ഉണ്ടെങ്കിലും ഒരു ചതുരത്തിന്റെ ചൊവ്വ. ഇത് വട്ടൻ, ഒരു ചതുരന്റെ ഷേപ്പ്. ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? പിന്നെ ഇത് ഇങ്ങനെ അധികം ഇങ്ങനെ ഇതാണ് നമ്മുടെ കടയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞാൽ എത്ര എടുത്തു? 6 അല്ല 5 എടുത്തിട്ടുള്ളൂ. ഇവിടെ അമ്മ, ചേച്ചി, കുഞ്ഞനേട്ടായിയാണ് സ്ഥിരമായിട്ടുണ്ടാവുക. പിന്നെ ചേച്ചിക്ക് 3 നാത്തുമാരുണ്ട് കേട്ടോ. ചേച്ചിമാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ ചേച്ചിമാരൊക്കെ വരുമ്പോൾ നമുക്ക് സെറാമിക്കിൻ്റെ പ്ലേറ്റ് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കഴിക്കാമെന്നാണ് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാലും നമ്മുടെ വീട്ടിലെല്ലാവരും ഇപ്പോൾ ചേച്ചിമാർ വന്നാലും കൂടി പ്ലേറ്റിലൊക്കെ ഇട്ട് കഴിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ആരും സെറാമിക്കിൻ്റെ പ്ലേറ്റ് യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ വല്ലൂർ വീട്ടിലും ആരും ഉപയോഗിക്കാറില്ല. പിഞ്ഞാണികളുടെ സെക്ഷനിലേക്ക് എത്തി. പിഞ്ഞാണികൾ ഉണ്ട്, നല്ല എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്. കനുള്ള മെറ്റീരിയൽസ് ഒക്കെ കാലത്തും കേടാവില്ല. അതാണ് നമ്മള് ഇത്തിരി കൂടി പുഴിയുള്ള സൈസ്. പിന്നെ അതായത് നമ്മുടെ സാധാ പ്ലെയിൻ, അതായത് ആ പ്ലേറ്റിന് തല യോജിക്കുക. ഇതാണ് പ്ലേറ്റിന് യോജിക്കുന്നത്. അതന്നെ 2 കറി ഇട്ട് കൊടുക്കാം. അമ്മ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. മോൾക്ക് പാത്രം മേടിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ആളുടെ എക്സൈറ്റ്മെന്റ് മുഖത്ത് കാണാന്നില്ലേ. അപ്പൊ അമ്മക്ക് കൂട്ടാൻ പിഞ്ഞാണി എടുക്കുക. പിഞ്ഞാണം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പൂവുള്ളത് പൂവില്ലാത്തത് എന്നൊക്കെ പണ്ട് കുറേ ഉണ്ട്. നമ്മുടെ ഇവിടെ നമ്മൾ വീട്ടിൽ കയറുന്നേക്കാൾ മുന്നായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഭൂമി പൂജ, ഗണപതി ഹോമമൊക്കെ കഴിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ നവധാന്യമൊക്കെ ഇട്ട് വയ്ക്കും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ എടുക്കണമായിരുന്നു. ഇത് ഫ്രൂട്ട്സ് ഈച്ച വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ. പിന്നെ നമ്മൾ കുഞ്ഞായിട്ട് വിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ തിരുടയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഗ്രാനൈറ്റിൻ്റെ മുകളിലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ട് ചേച്ചിയെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ട് കേട്ടോ, നമ്മുടെ ഇവിടെ വല്ലൂർ വീട്ടിൽ. അപ്പോൾ ഞാൻ ഇന്ന സാധനങ്ങൾ മേടിച്ചോളൂ ചേച്ചി എന്നുള്ള സജഷൻസ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വലിയ അമ്മാമ്മയുടെ പോലെയുള്ള സജഷൻസ് എനിക്ക്. പിന്നെ ചേച്ചി ചോദിക്കും ചെയ്യൂട്ടാ, ഇത് നിനക്ക് വേണം, ഇത് മേടിച്ച ആവശ്യമുണ്ടാവുള്ളൂ, അത് മേടിച്ച ആവശ്യമുണ്ടാവുള്ളൂ എന്നൊക്കെ ചോദിക്കും. ജീവിതത്തിലത്തെ കുട്ടി കാര്യങ്ങൾ പോയിട്ട് വലിയ കാര്യങ്ങൾ വരെ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ചേച്ചി, അതുപോലെ തന്നെ അനിയത്തിമാരൊക്കെ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ഞാനിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാവരും പറയും ശ്രീക്ക് ചെറിയൊരു കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ശ്രീയുടെ ഫാമിലിയോട് ഉണ്ടെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എനിക്ക് എല്ലാവരോടും ഒരുപോലൊക്കെ തന്നെയാണ്. പിന്നെ പലർക്കും അതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ അവരുടെ പ്രൈവസീനെ മാനിക്കണമല്ലോ. അത് കാരണം കൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങൾ കാണാതെ പോകുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി എനിക്ക് കുറേ സാധനങ്ങൾ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. മൂടി തപ്പാട്ടാ ചേച്ചി. മൂടി കണ്ട, ഈ മൂടിക്ക് ഇവിടെയുള്ള ഓട്ടയ്ക്കുള്ള സാധനം തരുമല്ലേ? കപ്പുകളുടെ സ്ഥലത്തെത്തി. കപ്പുകൾ, പല വലുപ്പത്തിലുള്ള കപ്പുകൾ, ഗ്ലാസ് വേണം. അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഓർമ്മ വരിക ഇതൊക്കെ വേണമല്ലോ എന്നുള്ള കാര്യങ്ങൾ ഓർമ്മ വരിക കേട്ടോ. പാലും പാത്രം, പണ്ടത്തെ നമ്മുടെ എന്താണ് പറയുക, കഞ്ഞി കൊണ്ടുപോകുന്ന പാത്രം. പണ്ട് അച്ഛനൊക്കെ കഞ്ഞി കുടിക്കുമായിരുന്നു 10 മണിയാകുമ്പോൾ. അപ്പോൾ പാടത്തൊക്കെ പണിയുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പാത്രത്തിലാണ് കഞ്ഞിയൊക്കെ കൊടുക്കുക കേട്ടോ നമ്മൾ. പിന്നെ ഒരു ചോറും പാത്രം ഉണ്ടാവും. അന്ന് ബാലം വലിച്ച ഉണ്ടായിരുന്നു, ബാലം വലിച്ചൊന്നുമില്ല. ഇതൊക്കെ കാണുമ്പോഴേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഓർക്കൂടാ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കും ഇതുപോലത്തെ പാത്രത്തിൽ അമ്മ ചായ ആക്കിയിട്ട് 4 മണിക്ക് തന്നുവിടും. അതൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഓർമ്മയിലേക്ക് വരിക. ചില പാത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിക് ആവും ഞാൻ. പണ്ടത്തെ അടക്ക ചോറ് പാത്രം കാണുമ്പോഴും ഒക്കെ നമ്മുടെ തലൂർ വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അങ്ങനെ എല്ലാം കൂടി പറക്കി കൂട്ടി ഇതാ വലിയൊരു ട്രയൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വക സംഭവങ്ങളൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ബൈ 1 get 1 ഫ്രീ ഒക്കെ ഓഫറായിട്ടുണ്ട്. പിന്നെ ഇവിടെ അയൺ ടേബിൾ ഉണ്ട് കേട്ടോ. അയൺ ടേബിൾ വലുത് തൊട്ട് ചെറുത് വരെ ഉണ്ട്. എൻ്റെ അയൺ ടേബിളിൻ്റെ കവറ് എന്താ പറയുക കേടായി. അപ്പോൾ അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് മാറ്റിയിടാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഗിഫ്റ്റിംഗ് ഓപ്ഷൻസുകൾ ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ പിന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാല്ലേ, ചുമ്മാ പണ്ടാക്കാം. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസിൻ്റെ ഭരണിയായിരുന്നു.
അച്ചാറിട്ട് വയ്ക്കാൻ അല്ലെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. നമുക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാൻ അടിപൊളിയാട്ടാ. രണ്ടെണ്ണം ഇങ്ങനെ ടേബിളിൻ്റെ പുറത്തിരുത്തുണ്ടെങ്കിൽ ഒരു ഗമ്യാന്നൊക്കെ പറയില്ലേ. ഇതൊക്കെ ചില്ലിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു ചില്ലിൻ്റെ ഒന്നും വേണ്ട, ഹാൻഡിൽ ചെയ്യാൻ ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ചേച്ചി ഭയങ്കര പേടിക്കാരിയാണ് കേട്ടോ. പൂച്ചേനെ, പട്ടീനെ, ഈ പാത്രങ്ങളെ, ശബ്ദത്തിന് ഒക്കെ പേടിയാ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സെക്ഷനാണ്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അതുപോലെ തന്നെ വേണ്ട 50% ഓഫർ. ഇതിൻ്റെ ഉള്ളിൽ 5-6 പാത്രങ്ങളൊക്കെ ആയിട്ടില്ലേ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ലോങ് ടേം യൂസിന് നമ്മൾ മേടിക്കുന്നത് വലിയ കുഴപ്പമില്ല എന്നാണ് പറയണത്. കുറേ നാൾക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഹരിത കർമ്മസേന വന്നിട്ട് അത് റീസൈക്കിൾ ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ ഒരുപാട് ആവണ്ട. ഈ കവറുകൾ മേടിക്കുമ്പോഴും ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതാവുമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു മിഠായി കവർ പോലും മണ്ണിലിടാതെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമി മലിലാവാണ്ട് ഉണ്ടാവില്ല എന്ന് തോന്നും. 350 രൂപ ആർക്കും വേണ്ടാന്ന് എടുക്കാന്ന് ചേച്ചി. മഞ്ഞുള്ളത് എടുക്കും, മഞ്ഞ. പിന്നെ ഇതിന്റെ അതാണ് പഴട്ട് വയ്ക്കാൻ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാല്ലേ എല്ലാവർക്കും. ഇത് ബൈ 1 get 1 ഫ്രീ ആണ് കേട്ടോ. 119 രൂപയ്ക്ക് 2 എണ്ണം. അതെടുത്ത് വെച്ചോ. ഞാൻ അങ്ങനെ നമ്മൾ മുറ എടുത്തു. അതുപോലെ തന്നെ ഇത് ഒരെണ്ണെടുത്ത ഒന്ന് ഫ്രീ ആണ്. മുറത്തിന് 50 രൂപയുള്ളൂ അത്ര. പിന്നെ ഇവിടെ കുറേ ഫ്ലാസ്കും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ചേച്ചി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛനുണ്ടായിരുന്ന കാലത്തായിരുന്നു അത്ര ഇതിനൊക്കെ കൂടുതൽ യൂസ് വേണ്ടി വന്നിരുന്നത്. നമ്മുടെ വീട്ടിലത്തെ ഫ്ലാസ്ക് കേടായിട്ടോ. നമ്മുടെ വീട്ടിലേക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു പർച്ചേസിങ് നമ്മൾ ചെയ്തിട്ടേ ഇല്ല തോന്നുന്നു. വളരെ കുറച്ച് സാധനങ്ങളെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒക്കെ ഓൺലൈൻ മേടിച്ച് വെക്കില്ലായിരുന്നു ശീലം. എനിക്ക് അന്ന് വലിയ വിവരം പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഓൺലൈനിൽ മേടിക്കുന്ന സാധനങ്ങൾ സൂട്ടാവില്ല എന്നല്ല ഇപ്പം ആലോചിക്കുമ്പോഴാണ് അയ്യോ ഇവിടെ വന്ന് മേടിച്ചാൽ മതി എന്ന് തോന്നണേ. ഉള്ളത് കാസറോളാണ്. നല്ല ചൂടൊക്കെ നിക്കണതാട്ടാ. എന്തൊരു ഭംഗിയല്ലേ കനുണ്ട്. എത്രയാണ്? 2000 രൂപയുടെയാണ് കേട്ടോ ആ പാത്രം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാസറോളാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല ചൂട്ടോടെ കൂടെ പാത്രങ്ങളൊക്കെ അടച്ചു വയ്ക്കാനൊക്കെ പറ്റും. ഇത് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ കളറ് പോകുന്നുണ്ടോ. നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ കളറൊക്കെ പോയി. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ നല്ല വിലയുള്ള കാരണം ചിലപ്പോൾ കളർ പോലെയായിരിക്കും. ഇപ്പോൾ രതീച്ച് പറയണം അതിൻ്റെ ഉള്ളിൽ കൂടെ കാലത്തന്നെ നോക്കാത്രേ ഏതാണ് കാലത്തേറ്റ് വന്നിട്ട് നോക്കാന്ന് ഏതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കാര്യം. അപ്പോൾ പുട്ടാണെങ്കിൽ വെച്ചിട്ട് പോവാം, ദോശയാണെങ്കിൽ വെച്ചിട്ട് പോവാം, ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചു. ഈ ഉള്ളിക്കോട്ട എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. പക്ഷെ നല്ല വിലയുണ്ട്. 3500 രൂപ വിലയുണ്ടായിരുന്നു കേട്ടോ. ഈ 5 തട്ടുള്ളതിന് 2900 രൂപ, 2700 രൂപ സ്ക്വയർ. പിന്നെ തട്ട് കൂടുതലുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഴ നമ്മളിങ്ങനെ തോരിയിടുന്ന അഴകളുണ്ടല്ലോ അതുണ്ടായിരുന്നു. റാക്കുകൾ ഉണ്ടായിരുന്നു. വില കുറവിൻ്റെ ഉള്ളിക്കൊട്ടകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു അതൊന്നും വേണ്ട, നമുക്ക് അതൊക്കെ ഓൾറെഡി നമ്മളെ വീട്ടിൽ ഇൻബിൽട്ടായിട്ട് ഉണ്ടെന്ന്. അപ്പോൾ ചേട്ടന്മാർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, കബോർഡിൽ വരുന്ന ചേട്ടന്മാർ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ സ്ഥലമൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ നമ്മുടെ കബോർഡിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ടേ. ഇപ്പോൾ കുഞ്ഞ ഫാമിലി അല്ലേ ചേച്ചി, ഏട്ടൻ കുഞ്ഞൻ അമ്മ എന്ന് പറയുമ്പോൾ ചെറിയ ഫാമിലി അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് പാത്രങ്ങൾ വെക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഷൂ റാക്കൊക്കെ ഉണ്ട് കേട്ടോ. ഷൂ റാക്കൊക്കെ പിന്നെ നമുക്ക് പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒല്ലൂർ നല്ല കടകളുണ്ട്, അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു ചേച്ചി. കുറച്ചും കൂടി നമുക്ക് നോക്കിയിട്ടേ എങ്ങനെയാണ് സ്ഥലം എവിടെയാണെന്നൊക്കെ അറിഞ്ഞ് ഇപ്പോൾ നമ്മൾ വീട് പണിത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവച്ചിട്ടും കാര്യമില്ലല്ലോ. പിന്നെ ഏറ്റവും അധികം അത്യാവശ്യമായിട്ട് ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞ സാധനമായിരുന്നു കേട്ടോ. ആളുടെ മസാലകളും അതുപോലെ തന്നെ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്, മഞ്ഞപ്പൊടി മല്ലിപ്പൊടി സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സാധനങ്ങൾ. എനിക്ക് ഇത് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് മീഷോ എന്നൊക്കെ മേടിക്കുന്നത് തന്നെയാണ് കേട്ടോ. നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ ഹോം പ്ലക്സിലൊക്കെ മിന്ത്രയിലൊക്കെ ഓഫർ വരുന്ന സമയത്ത് അടിപൊളി സംഭവങ്ങളുണ്ട്. ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതെനിക്ക് നന്നായിട്ട് തോന്നി ഈ മസാല ബോക്സ്. ഇത് നമ്മൾ മേടിച്ചു കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ മസാലയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു 250 ഗ്രാമോളം കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഉള്ളിലത്തെ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പാത്രങ്ങൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് 5 കിലോൻ്റെ അരിപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് അത്യാവശ്യമല്ലേ. അപ്പോൾ ഇതൊക്കെ മേടിച്ചു. ചേച്ചി ഇതെങ്ങനെയാ? ഒരു പീസ 2 എണ്ണം ഉണ്ടാ? വലുതിനും ഉണ്ട് ചേച്ചി, എനിക്ക് വേണം. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ഞാൻ കണ്ടുട്ടോ. ഇതൊക്കെ ഓൺലൈനിൽ നല്ല വിലയിൽ എടുക്കുന്നുണ്ട്. 169 രൂപയ്ക്ക് 2 എണ്ണം എന്നൊക്കെയാണ് ഏറ്റവും വലുതിന് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഞാനിത് 1-2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉള്ളി സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം, എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഞാനിത് നമ്മുടെ അണ്ടർവെയറുകൾ മടക്കി ഇതിലാണ് വെക്കുക കേട്ടോ. അങ്ങനെ എനിക്ക് അണ്ടർവെയറുകൾ മടക്കാൻ ഒരു പ്രത്യേക രീതിയുണ്ട്. ഒരു സാൻഡ്വിച്ച് മോഡലിലാണ് ഇത് മടക്കി എടുക്കുക. അപ്പോൾ അത് ഇതിലിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒതുങ്ങി ഇങ്ങനെ കിടന്നോളൂ. അപ്പം
അപ്പം ഞാൻ ചേച്ചിയോട് പറയായിരുന്നു, ചേച്ചി ഇത് മേടിച്ചാൽ നല്ലതാന്ന് പറയായിരുന്നു. അമ്മയുടെ റൂമിൽ ഒരെണ്ണം വെക്കാം, ചേച്ചിയുടെ ഏട്ടൻ്റെ ഒരെണ്ണം, പിന്നെ കുഞ്ഞിൻ്റെ റൂമിൽ ഒരെണ്ണം വെക്കാം. അടിപൊളിയായിട്ട് അതങ്ങനെ അതിൽ മാത്രം നോക്കിയാൽ മതിയല്ലോ. നമ്മൾ ഓരോ സാധനങ്ങൾ അടക്കി വെക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതല്ലേ. ഓരോ സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം, അത് അടക്കി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ കിട്ടുക അടങ്ങി ഒതുങ്ങിയിരിക്കുക, പിന്നെ സമയം വേസ്റ്റ് ആവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം അതിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ കേട്ടാ. പിന്നെ നമുക്ക് 3 ബാത്റൂം ഉണ്ട്, 3 ബക്കറ്റ് വേണം. അപ്പോൾ ബക്കറ്റ് നമ്മൾ 3 എണ്ണം മേടിച്ചു. നല്ല വില കുറവിൻ്റെ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള വില കൂടുതലിൻ്റെ ഉണ്ട് കേട്ടോ. ഫ്രീ ആണെന്ന് ഇതിന് നല്ല ഭംഗിയുള്ള ബക്കറ്റാണ്. ബക്കറ്റ് മേടിക്കുമ്പോഴേ കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് വിലയുള്ള ഒരു ബക്കറ്റ് മേടിക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നി. കാരണം കുറേ നാൾ ഉപയോഗിക്കേണ്ടതല്ലേ നമ്മുടെ ബാത്റൂമിൽ. പിന്നെ ബാത്റൂമിൽ നമ്മൾ അഴുക്കും പൊടിയൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതൊരു വഴുവഴുപ്പ് വരും. അപ്പോൾ നമുക്കിങ്ങനെ കഴുകണ്ടേ. അപ്പോൾ കഴുകുമ്പോൾ നല്ല പ്ലാസ്റ്റിക്കാണ് നല്ലത്, പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ചവിട്ടി, അടുക്കളയിൽ കിടക്കുന്ന ചവിട്ടിയൊക്കെ കാർപ്പറ്റൊക്കെ ഇടുന്ന സ്ത്രീന്ന് ചോദിക്കാറുണ്ട്. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ സംഭവം, പല കളറിലുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ മാച്ചായിട്ടാണ് മേടിച്ച ആഷ് കളറൊക്കെ. ഇവിടെ വേറെ പല കളറുകളുണ്ട്. 21 രൂപ അതിന് ഓഫർ ഉണ്ട്. പിന്നെ ഇപ്പൊ പുതിയ മോഡലായിട്ട് സ്റ്റീൽ വന്നിട്ടുണ്ട്. ഈ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ മേടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെക്കുന്ന പരിപാടി എനിക്ക് നന്നായിട്ടുള്ള കാരണം ഈ വശത്തേക്ക് ഞാൻ പോയില്ല കേട്ടോ. അവിടെ കുറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ അപ്ലയൻസസിൽ ഈ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൈൻഡർ, അതുപോലെ തന്നെ മിക്സി, അത് പല കമ്പനിയിലൊക്കെ ഉണ്ട്. നല്ല ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതേ കണ്ട, ഇത് എനിക്ക് ഇങ്ങനത്തെ ചോപ്പ ഇങ്ങനെ പല ചേച്ചിമാരെയും നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ റീലിടുമ്പോൾ നോർത്ത് ഇന്ത്യക്കാരുടെ ഈ ഒരു മിക്സി ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ബ്ലെൻഡറും ഉണ്ട്. പിന്നെ കുക്കർ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. ഒന്നെടുത്തൊന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുക്കറൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ ഞാൻ ഒരുപാട് മേടിച്ച് വെച്ചിട്ടുണ്ട് ചേച്ചിക്ക് കൊടുക്കാനായിട്ട്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ കുറച്ചൊക്കെ മേടിച്ച് വെക്കും. എനിക്കിങ്ങനെ കുഞ്ഞ് എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, എനിക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന കുറച്ച് സമയങ്ങൾ കുറച്ച് പൈസ ഉണ്ടെന്ന്. അപ്പം അതിൽ ഞാൻ ചേച്ചിക്ക് അമ്മയ്ക്കൊക്കെ വേണ്ടതൊക്കെ മേടിച്ച് വെക്കാറുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു ഹണ്ടി പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ വലിയ ഗ്ലാസ്സുകൾ അങ്ങനത്തെ സംഭവങ്ങൾ അതൊന്നും നമ്മൾ മേടിച്ചില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രസൻ്റൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ പിന്നെ അത് അധികപ്പറ്റായിട്ട് വീട്ടിലിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ എന്തോരം സാധനങ്ങൾ ഇരിക്കണോ, നമുക്ക് വേണ്ട വലുപ്പത്തിനും നമ്മുടെ ആവശ്യത്തിനും ചില സമയങ്ങളിൽ കിട്ടാണ്ട് വരുമ്പോൾ എടുത്തു വെച്ചതൊക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നമ്മുടെ വീടിൻ്റെ കുറ്റുശാരമൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എനിക്ക്, പക്ഷെ അത് ചേച്ചിക്കല്ലല്ലോ. പിന്നെ വൈൻ ഗ്ലാസ് 25 രൂപ അതിന് കുറേ മോഡലുകൾ ക്യൂട്ടായിട്ട് ഷോക്കേസിൽ വെക്കാം. വൈനൊക്കെ കഴിക്കാൻ ഞങ്ങളോടെ വൈൻ കുടിക്കുന്നത് ഗ്ലാസ്സില്ല. അത്രയുള്ളൂ, അതെ ഇത്ര ആയിട്ടുണ്ട്. ബാക്കി ഇവിടെ നിങ്ങളുടെ ഗ്ലാസ്. അത് നമ്മൾ കയറി വന്നതൊരു സൈഡിൽ കൂടെയാണ്. ഇതാണ് ഇതിന്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെയാണ് ബില്ലിംഗ് സെക്ഷനൊക്കെ. അപ്പൊ നമ്മൾ ബില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അമ്മയുടെ ഒരു സൈഡിൽ സെറ്റ് ഉച്ചയ്ക്ക് കുറച്ച് എടുക്കുന്നതല്ലേ ഒരുവിധം സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ല് ചെയ്തു. നമുക്കൊരു 9800 രൂപയുടെ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2000 രൂപയുടെ സ്ക്രേപ്പിൻ്റെ പൈസ നമുക്ക് കിട്ടിയായിരുന്നു. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്ക് പോണ വഴിക്ക് വേറൊരു ഷോപ്പിൽ കയറണം. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ കുറ്റൂസ കഴിയുമ്പോഴേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും, നമ്മൾ വാങ്ങിച്ചതിന് തികയാതെ വരും. അപ്പൊ വരാം. അപ്പൊ ഞങ്ങൾ പോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ വരുന്നവരോടൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ നല്ല ഓഫറുകൾ ഇട്ടിടും, മനസ്സിലായിണ്ടാവില്ല നമ്മുടെ സ്ഥലം. അപ്പൊ ടാറ്റ. ഓക്കെ, ടാറ്റ. പോണ വഴിക്ക് പോസ്റ്റ് ഓഫീസ് റോഡിലുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഈ വിളക്ക് മേടിക്കാനുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ വിളക്ക് കിട്ടിയില്ലായിരുന്നു. അവിടെ വിളക്ക് ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു വിളക്ക് മേടിച്ചു. ഈ വിളക്കാണ് നമ്മൾ എടുത്തത് കേട്ടോ. 1750 രൂപയോ മറ്റോ ആയിട്ടുണ്ടായിരുന്നു വിളക്കിന്. വിളക്കിനൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്. നമ്മൾ 2 വിളക്ക് കൊടുത്തായിരുന്നു അവിടെ. പക്ഷെ ആ വിളക്ക് ഇവിടെ കൊടുത്തെങ്കിൽ കുറച്ചും കൂടി പൈസ കൂടുതൽ കിട്ടിയായിരുന്നു എന്ന് തോന്നിയായിരുന്നു. പിന്നെ കൃഷ്ണനൊക്കെ മേടിക്കാനുണ്ട്. നമുക്ക് പൂജാ റൂമിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. പൂജാ റൂമിന് ചെറിയൊരു നമ്മളിങ്ങനെ ഒരു കുഞ്ഞമ്പലം പോലെ നമ്മൾ വെക്കില്ലേ ചുമരുമ, അങ്ങനെ വെക്കാനാണ് പ്ലാൻ. അപ്പോൾ അവിടേക്ക് ഒരു കൃഷ്ണനൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നത് കേട്ടാ. ഇതേ കണ്ട, ഇതാണ് കുട്ടി കൃഷ്ണന്മാർ. നമ്മൾ കൃഷ്ണരെ ഗുരുവായൂരപ്പാന്നല്ലേ വിളിക്കുന്നത്.
അങ്ങനെ മേടിച്ച സംഭവങ്ങളൊക്കെ ആയിട്ട് അതായത് നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട്. കടയിൽ ഒക്കെ വെക്കാനാണ് പ്ലാൻ. അവിടെ ആകുമ്പോൾ പൊടിയാവും, പുതിയ വീട്ടിലാകുമ്പോൾ പൊടിയാവും. അത് കാരണം കൊണ്ട് നമുക്കിവിടെ ഓഫീസ് ഉണ്ടല്ലോ, ഓഫീസ് റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു ഓട്ടോ ചേട്ടനായിരുന്നു. പൊതുവെ ഓട്ടോ ചേട്ടന്മാരൊന്നും ഇവിടെ വെയിറ്റ് ചെയ്യില്ല, പക്ഷെ ആ ചേട്ടൻ വെയിറ്റ് ചെയ്തായിരുന്നു. കടയിലെത്തിയിട്ടാ ഞാനിത് കാണിച്ചു തരാണ്ട് പോയില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്നേക്കുമായി കാണാണ്ട് പോകും. നിങ്ങൾ കണ്ടത് തന്നെയാണ്. തക്കാളി ബാക്ക്ഗ്രൗണ്ട് തക്കാളിയാണ് കേട്ടാ. ചേച്ചി എടുത്ത് വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇനി ഓരോന്ന് എന്തിട്ടാണ്. അത് വെള്ളം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ മേടിച്ച ഗ്ലാസ് കേട്ടാ. എത്ര എണ്ണം മേടിച്ചിട്ടുണ്ടെന്ന് അറിയോ? 6 എണ്ണം മേടിച്ചിട്ടുണ്ട്. 6 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ പച്ചക്കറി കട കാരണം ഇത്രക്കുള്ളതാ കാണുള്ളൂ. ഇത് എനിക്കുള്ള അരിപ്പം കയ്യിലാണോ അമ്മ? പിന്നെ ഒരു കയ്യിലമ്മ പറഞ്ഞു. പിന്നെ ഇത് ചേച്ചി തിരുടി ഇതിന് തിരുടാ വെച്ചു. ഇതിൻ്റെ ഒന്നും വില അറിയില്ല കേട്ടോ. വില ഒന്നും ഉണ്ടാവും. അത്യാവശ്യമുള്ള സാധനം പുതിയതാ ഒക്കെ പുതിയത് മേടിച്ചു ഞാൻ വന്നു. വേസ്റ്റ് ബോക്സ് ബാത്റൂമിൽ വെക്കാം മുടിയിടാൻ. പൊടിക്കണം. ഏയ് പുളിക്കണ്ട, അതൊക്കെ അവിടെ വെക്കാം. ബ്രഷ് ഇടുന്നത് 3 ബാത്റൂമിലേക്ക് 3 എണ്ണം ഉണ്ടാവും, വേറെ ഉണ്ടാവും. ഇത് ബ്രഷ് ഹോൾഡർ അത് മേടിച്ചു. 3 ബാത്റൂമിലേക്ക് 3 എണ്ണം മേടിച്ചു. ബ്രഷ് ഹോൾഡർ മേടിച്ചു. പിന്നെ ബക്കറ്റിന് എത്ര രൂപ ചോദിച്ചേ? 312 രൂപ. 312 രൂപ ബക്കറ്റ്. നല്ല പ്ലാസ്റ്റിക് നല്ലത്. മേടിച്ചു 150 രൂപ. എന്തിനാ പ്ലാസ്റ്റിക് മേടിച്ചതെന്ന് നിങ്ങൾ ചോദിക്കണ്ട. മറ്റേ അത്യാവശ്യം നല്ല വിലയാണ്. മാത്രമല്ല ഇതിന് നല്ല ക്വാണ്ടിറ്റിയും കൊള്ളു കേട്ടാ. നല്ല വലിപ്പമുണ്ടേ. അത് കാരണം എന്താ മേടിച്ചേണ്ട. എൻ്റെ കൈനേക്കാളൊക്കെ വലിപ്പം ചെറുതല്ല. പിന്നെ ഞാൻ ഇനി ചേച്ചിയുടെ വീട്ടിൽ കിച്ചണിൽ നിന്ന് ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് സ്വപ്നങ്ങൾ ഇന്ന്. ഒരെണ്ണം മേടിച്ചാ ഒരെണ്ണം കിട്ടും. അങ്ങനെയല്ലായിരുന്നു. കുഞ്ഞിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ഇടാനുള്ളത്. വെള്ളം എനിക്ക് ഞാൻ പനിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ പനിയായപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെയൊക്കെ കറങ്ങി വന്നപ്പോഴേക്കും വയ്യാണ്ടായി. അതാണ് ഈ ഇത്ര അവശത ഫീൽ ചെയ്യുന്നത് ശബ്ദത്തിൽ കേട്ടാ. അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചെന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അതങ്ങോട്ട് മറക്കും. അപ്പോൾ ഞാനൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരാണ് ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചതെന്ന്. അതിൻ്റെ വലിപ്പമുള്ളത് മേടിച്ചു. പിന്നെ അതിൻ്റെ വേറെ മേടിച്ചു. ഇനി അടുക്കളയിലേക്ക് വലിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി വലിയ സാധനങ്ങളുടെ പർച്ചേസിങ് ഉള്ളൂ. അത് നമ്മളല്ലായിരിക്കും ഏട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ കാണുകയാണെങ്കിൽ കൊണ്ടുപോകാട്ടോ. നിങ്ങളെ എന്നെ കൂട്ടുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ പാത്രങ്ങൾ ഞങ്ങൾക്ക് അവിടെ കാണിച്ചെന്ന എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചത്. ഞാൻ എടുത്ത് കാണിച്ചെന്നെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ആ ചേച്ചി തന്നെ ഇങ്ങനെ സ്ക്രൂ ഒക്കെ ഇട്ട് തന്നു. അതായത് നമ്മുടെ അങ്ങനെ ബുഷൊക്കെ ഇട്ട് തന്നു. ഇതാണ് മേടിച്ചത്. ചേച്ചിയുടെ മുഖത്ത് എന്തൊരു സന്തോഷമല്ലേ. ആ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് പോലും. ഈ ക്രിഞ്ചുന്ന് അങ്ങനെയല്ല, പക്ഷെ അതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുറേ സ്പൂണുകൾ മേടിച്ചു. കുഞ്ഞൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര മാഗി കഴിക്കാനായിട്ട് അമ്മ ഫോർക്ക് മേടിക്കാൻ മറക്കല്ലേന്ന്. അങ്ങനെ കുഞ്ഞിന് 4 ഫോർക്കും മേടിച്ചു. അങ്ങനെ എല്ലാം മേടിച്ച് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും പാല് കാച്ചാനുള്ള കലവും ഒക്കെ മേടിച്ച്. പിന്നെ നമ്മൾ അടുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അടുപ്പ് നമ്മൾ വെച്ചിട്ടില്ല. ഞാനിവിടെ അടുപ്പ് വെച്ചിട്ട് തന്നെ എനിക്ക് ഒരു യൂസും ഇല്ല. അതിൻ്റെ മുകളിലാണ് നമ്മൾ വേറെ ഇപ്പോൾ ഒരു വർക്ക് ഏരിയ പോലെ സെറ്റ് ചെയ്ത് നോക്കുന്നത്. അത് കാരണം കൊണ്ട് നമുക്ക് അവിടെ അടുപ്പ് വെക്കേണ്ട ചേച്ചിന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത്യാവശ്യം നമുക്ക് അടുപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ അടുപ്പുണ്ടല്ലോ ഗ്യാസ് വെച്ച് അറ്റാച്ച് ചെയ്യുന്നത്, നമ്മുടെ വലിയ അടുപ്പ്. അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ എന്താ പറയുക ചക്കയൊക്കെ വരട്ടണം കണ്ടിട്ടില്ലേ, ആ അടുപ്പ് പറഞ്ഞാൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോൾ മേടിച്ച സാധനങ്ങളൊക്കെ അതെയാന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ. കുഞ്ഞിനൊരു ചേക്കോട്ടൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അടക്കം മേടിച്ച് അവനെയും സന്തോഷിപ്പിച്ച് ഇതുപോലെ പൂണിയും സംഭവങ്ങളും ഒക്കെ മേടിച്ചു. ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റ് മേടിച്ചു. 105 രൂപയാണ് ഈ ഒരു പ്ലേറ്റിന് കേട്ടോ. ഇതുപോലത്തെ പ്ലേറ്റാണ് നമ്മുടെ കടയിൽ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പാത്രങ്ങളുടെ ചുറ്റും ഒരുപാട് പാത്രത്തിൽ കൂട്ടാൻ പിഞ്ഞാണികൾ വേണ്ട. കൂട്ടാനോ എല്ലാം കഴുകുന്നത് നമ്മളല്ലേ. അല്ല, ഇവിടെ ചേട്ടന്മാരൊക്കെ കഴുകും കേട്ടോ. പക്ഷെ ഇത് അവരെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. ഇതാകുമ്പോഴൊക്കെ എല്ലാം അങ്ങനെ സൈഡിൽ വെക്കാം എന്ന് പറഞ്ഞ് അതുപോലത്തെ തന്നെ വേണമെന്ന് ചേച്ചി പറഞ്ഞു. അതും മേടിച്ച് നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ പുതിയ വീട്ടിലേക്കുള്ള
സംഭവങ്ങളൊക്കെ സെറ്റായിട്ടോ. ഇനി പുതിയ വീട്ടിലേക്ക് നല്ലൊരു പേര് വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ പറയൂ. നമുക്ക് ഇഷ്ടപ്പെട്ട പേരിന് ഞാൻ എന്തായാലും നമ്മുടെ വീടിന് ഇടാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളെല്ലാം കൂടി. ഇനി വലിയ ചാക്കിലാക്കിയിട്ട് കെട്ടിയിട്ട് ഇവിടുത്തെ ഓഫീസ് റൂമിൽ വെക്കാനാണ് പ്ലാൻ. നമ്മൾ 1-2 ബെഡൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ചേച്ചിക്ക് കൊണ്ടുപോകണതിനൊപ്പം തന്നെ ഇതും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എല്ലാം കൂടി കൊണ്ടുപോകാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നാകുമ്പോൾ സൗകര്യമാണ്. കുറച്ചുള്ളൂ നമ്മുടെ കടയിലേക്കും വീട്ടിലേക്കും ഒക്കെ. എനിക്ക് തലൂരായിരുന്നെങ്കിൽ അതാണ് കൂടുതൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം. ചേച്ചിയൊക്കെ എപ്പോഴും കൂടെ ഉണ്ടായേനെ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ പ്രയാണം കഴിഞ്ഞുട്ടാ. ഞാൻ വീട്ടിൽ പോണു. ശ്രീകുട്ടൻ ഇല്ലാണ്ട് ഭാഗ്യനൊക്കെ ഇല്ലാണ്ട് കുറേ നാളായി യാത്രകൾ പോലും ചെയ്തിട്ട്. അമ്മയും ചേച്ചിയും പോണ വഴിക്ക് 3 ഒരുമിച്ച് പോണ. അമ്മയും ചേച്ചിയും നമ്മുടെ ഇവിടെ കപ്പളപ്പടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങും. ഞാൻ പുലിക്കടിയിൽ ഇറങ്ങും. അവിടെ നിന്ന് വണ്ടിയിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഭാഗ്യനും സുജുമോനും ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു കടയിൽ അങ്ങനെ അവർക്ക് ബോറടിക്കല ഒരു കടയിലേക്കല്ല ഇവിടെ പോയി. എമ്പക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ തപ്പി തെരഞ്ഞെടുക്കാനൊക്കെ. പിന്നെ ഏട്ടായി വന്ന് അങ്ങനെ നിൽക്കും. ഭാഗ്യന് പിന്നെ അങ്ങനെയുള്ളതൊക്കെ ഇതിനോടൊന്നും താല്പര്യമില്ല. പക്ഷെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കും. ഒരു സൈഡിലിരുന്ന് മൊബൈൽ നോക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ബുദ്ധിമുട്ടുള്ളവരൊന്നും ഇല്ല നമ്മുടെ കൂടെ വന്ന ആരും. അച്ഛനായാലും കുഞ്ഞനായാലും സ്ത്രീ കൂടെ എല്ലാവരും എല്ലാതുമായിട്ട് യോജിച്ച് പോകുന്ന ആൾക്കാരാണ്. അതിപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ചും തന്നെ പോയതാണ് കേട്ടോ. ഇനി പല ആവശ്യങ്ങൾക്ക് അവർക്ക് കൂടെ വരേണ്ടി വരുമല്ലോ. തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്കൊരു ഉഷാറ് കുറവ് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്തൊന്ന് വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചതാണ്. അതിൻ്റെ ഇടയിലാണ് ഒരു നല്ല പനി പിടിച്ചത്. അപ്പോൾ പന്നി പിടിച്ചു. അപ്പോൾ പനിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റ. ബാക്ക്ഗ്രൗണ്ടിൽ തോർത്തുമുണ്ടൊക്കെ ചേച്ചി ടാറ്റ.